ഹായ് പ്യുവർ ഡിസൈൻ ഹോംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 ബെഡ്റൂം സൗകര്യത്തോടു കൂടി 1280 സ്ക്വയർ ഫീറ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്ന മനോഹരമായൊരു പ്ലാനാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. 5 സെൻറ്റ് പ്ലോട്ടിന് വേണ്ടിയിട്ടാണ് ഈ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതാണ് ക്ലയൻറ്റ് നമുക്ക് അയച്ചു തന്നിരിക്കുന്ന പ്ലാൻ. ഈ പ്ലാനിൽ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് ഫർണിച്ചർ അറേഞ്ച്മെൻറ്റ് ചെയ്ത് നൽകി 3D ഫ്ലോർ പ്ലാൻ ചെയ്ത് നൽകിയതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ടൊരു കോർണർ സോഫയും ഒരു TV യൂണിറ്റുമാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇതിനകത്ത് കുറച്ച് സ്പേസ് കുറവായെന്ന് തോന്നിയതുകൊണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പാർട്ടീഷൻ വാൾ കൊടുത്തിട്ട് ഇത്രയും ഏരിയയും കൂടി ലിവിങ് ഏരിയയിലേക്ക് കൊണ്ടുവരികയും ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ്ങിലേക്കുള്ള ഒരു പ്രൈവസി കൂടി അവിടെ നമുക്കൊന്ന് ബ്ലോക്ക് ചെയ്യാൻ ഈ പാർട്ടീഷൻ വാളിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് നമ്മൾ കോർണർ സോഫ സെറ്റ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റും അറേഞ്ച് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ പ്ലാനിൽ ഈ ഒരു ഡൈനിങ് ഏരിയയിലാണ് ഈ ഒരു രീതിക്കാണ് സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഒരു വാഷ് ഏരിയയും നമ്മൾ ഈ സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബെഡ് അറേഞ്ച് ചെയ്തെങ്കിലും ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് വാർഡ്രോബും ഓരോ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്സും നൽകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു വിൻഡോയെ നമുക്ക് ആ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ അടുത്തേക്ക് നമ്മൾ മൂവ് ചെയ്തും വെച്ചിട്ടുണ്ട്. ബെഡ്റൂമുകളുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റിൻ്റെ ഡിസൈൻ ഈ ഒരു രീതിക്കാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് നമ്മളൊരു ഫോൾഡബിൾ ആയിട്ടുള്ള ഒരു അയൺ യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഈ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ഒരു ഭാഗം നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ട് ലിവിങ് ഏരിയയിൽ നിന്നും ഡയറക്റ്റ് വ്യൂ കിട്ടുന്ന ഈ ഭാഗത്ത് ചെറിയൊരു കോർട്ട്യാർഡും അതിനകത്തൊരു ഫോട്ടോ ഫ്രെയിമും നൽകിയിട്ടുണ്ട്. ഈ പ്ലാനിനെ കുറിച്ച് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഈ പ്ലാനിൻ്റെ അറേഞ്ച്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോയുമായിട്ട് നാളെ കാണാം. താങ്ക്